ഇരുട്ടിൽ ആരോ അവനോട് പറയുന്നത് അവൻ കേട്ടു. അവൻ മത്സരിച്ചു കൊണ്ടിരുന്നത് അവനോട് തന്നെയായിരുന്നു. മത്സരിക്കുന്നതും അവനോട് തന്നെ. അവൻ്റെ ചെയ്തികൾക്ക് മങ്ങലേൽക്കാം, പക്ഷേ കാഴ്ചയെന്നും തെളിഞ്ഞു തന്നെ നിൽക്കും. ഞാനൊരു സൈക്കോപാത്തല്ല, പക്ഷെ എൻ്റെ വഴികൾ പലർക്കും വളരെ സൈക്കോട്ടിക്കായി തോന്നാറുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് മറുപടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെൻ്റെ വീടാണ്. ഞാൻ വളർന്നു വന്ന എൻ്റെ ഓർമ്മകളുള്ള എൻ്റെ സ്വന്തം വീട്. ഞാനിപ്പോൾ ഇവിടേക്ക് മടങ്ങി വന്നിരിക്കുന്നു. അല്ല, കാലം എന്നെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞങ്ങളൊരു മാറ്റത്തിൻ്റെ ഭാഗമാണ്. നട്ടെടുത്ത് തന്നെ തിരിച്ചു പറിച്ച് നടക്കുക എന്ന് കേട്ടിട്ടില്ലേ? ഒരുതരം റിവേഴ്സ് മൈഗ്രേഷൻ. ടൊറന്റോയുടെ നാഗരികത എന്നെ വല്ലാതെ മടുപ്പിച്ചിരുന്നു. ആസന്നമായൊരു മാറ്റം, അത് അനിവാര്യതയ്ക്കപ്പുറം ഞാൻ തന്നെ കാരണമായി തീരുകയായിരുന്നു. നീ എന്താ എൻ്റെ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യട്ടെ? നീ ഷോർട്ട് ഫിലിമിൻ്റെ തിരക്കിലാണെന്ന് അറിയാം. എടാ, എനിക്ക് എന്തായാലും നിന്നെ ഒന്ന് കാണണം. നീ ഇന്ന് സെമിട്രിയിൽ പപ്പയുടെ അടുത്ത് പോകില്ലേ? ഞാനും വരാം. അല്ലെങ്കിൽ ഞാൻ നിന്നെ പിക്ക് ചെയ്യാം.
കർമ്മങ്ങൾ ചെയ്യുക എന്നത്. പക്ഷേ മണപ്പള്ളി ആ ഹാ എടാ അവനിവിടെ വന്നായിരുന്നോ? അവനെ കുറച്ച് ദിവസമല്ല കണ്ടിട്ട്. എന്തേ? ചാരവും പവിത്രയായ ഈ നദിയിൽ വീഴരുത്. അത് കളങ്കപ്പെട്ടു പോകും. ഒരു പിടി പുണ്യാത്മാക്കളുടെ ശേഷക്രിയ ഏറ്റുവാങ്ങി ഈ ഞാൻ അതൊന്നും കഴിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഓ കാമുക സ്നേഹം ആരെ അതല്ലടി. കാണിക്കാനാ മോളെ ഇതൊക്കെ? 2 ദിവസമായി അവൻ എന്നെ ഒന്ന് വിളിച്ചിട്ട്. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. നോക്ക് എത്ര മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. അത് അവൻ സീനാക്കണമില്ല. എനിക്കാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കു വല്ലതും ഉണ്ടായോ? ലാസ്റ്റ് വിളിച്ചപ്പോ ഇപ്പോഴും പറയാറുള്ള പോലെ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ. പക്ഷെ അതൊന്നും എനിക്കറിയില്ലടി. Hey fam. Hey, Alex. What a surprise, man. വാ കം ഇരിക്ക്. Sure. റീസ് ഓക്കെ? നിനക്ക് ഞാനിപ്പോ what should I get for you, man? നോക്കട്ടെ. പിന്നെ എന്തുണ്ട്? ചായ? കോഫി എടുക്കാല്ലേ? നീ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്കൊരു മാറ്റില്ലല്ലോ. ഐ തോട്ട് നീ കോഫി എടുത്തല്ലേ നീ? ഞാൻ ആക്ച്വലി നിനക്കൊരു പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ഓ പിസ്സ? ക്ലാസിക് ബീഫ് പിസ്സ വിത്ത് സോസേജ്, mozzarella cheese, bacon. Oh yeah. And pepperoni with red sauce. You bro. എനിക്കുണ്ട് എൻ്റെ സ്വപ്നങ്ങൾ. ഡിവോഴ്സ് അല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല. നിനക്ക് അവന് കുറച്ചും കൂടെ സമയം കൊടുത്തൂടെ? അലക്സേ, നീ ഞാൻ പറഞ്ഞാൽ എന്താ മനസ്സിലാക്കാത്തെ? ഇതൊക്കെ ഞാൻ ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ. എടാ, എന്താ നിങ്ങളുടെ ഇടയിൽ പറ്റിയത്? അതിപ്പോ അല്ല, അത് നിങ്ങളുടെ പ്രശ്നമാണ്. ഞാനതില് എന്തേലൊക്കെ പറയണത് ഒരു ബേബി വരാത്തോടെ പ്രശ്നം. അതല്ലടാ, നിനക്കറിയാലോ ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്, സ്നേഹിക്കുന്നു എന്ന്. ലൈഫൊക്കെ ആകെ കയ്യിൽ നിന്ന് വിട്ടുപോയപ്പോ കയറി വന്നവളാ. ഞാൻ ഈ എഴുത്തെന്നുള്ള പേരിൽ ആകെ ഡെസ്പായിരിക്കുമ്പോഴാ. നിനക്കറിയാലോ, ചിലപ്പോ അതൊക്കെ ആയിരിക്കും. എടാ, നീ അത് വിട്. എടാ, മറ്റേ ഷോർട്ട് ഫിലിമിന്റെ കഥ എന്തായി? നീ എഴുത്തരാന്ന് പറഞ്ഞ ആ കഥ ഇപ്പോഴോ?
കഥയുണ്ട്. പക്ഷെ ഈ കഥയ്ക്ക് ഷോർട്ട് ഫിലിം പോരടാ. എടാ, ഈ എഴുത്തെന്ന് പറഞ്ഞാലേ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ പേനയും പിടിച്ച് മണിക്കൂറോളം ഇരിക്കേണ്ടി വരും. എന്നാലും ഒരു വരി പോലും എഴുതാൻ പറ്റാതെ ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ പറയും. നല്ല വീണ. നീ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നിന്റെ കൂടെ എഴുത്തുകാർ കാണും, ആക്ടേഴ്സ് കാണും, അസിസ്റ്റൻസ് കാണും, പണം മുടക്കാൻ ആള് കാണും. അവിടെ നിനക്ക് കഴിവുണ്ടെങ്കിൽ യു വോണ്ട് ലുക്ക് ബാഡ്. പക്ഷെ ഒരു റൈറ്റർ, ഒരു എഴുത്തുകാരൻ, അയാൾ അങ്ങനെയല്ല. ചേട്ടാ, സൈമേട്ടാ, ഞാൻ പോവുക. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പം ഇറങ്ങിയാലേ കറക്റ്റ് ടൈമിൽ പഞ്ചിങ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇന്നിവിടെ വന്നിട്ടുള്ള ആദ്യത്തെ ദിവസമല്ലേ? എടി, ഞാൻ കൊണ്ടാക്കാം. എന്ത്, ട്രോണോ വരെയോ? അത് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളാം. അത് കുഴപ്പമില്ലടി, ഞാൻ കൊണ്ടാക്കാം. വേണ്ട, ഇപ്പം എണീറ്റല്ലേ ഉള്ളൂ, ഞാൻ പോയിട്ട് വരാം. ഇതൊരു നായ്ക്കുട്ടിയുടെ കഥയാ. ഒരു തെരുവ് നായുടെ കഥ. സ്റ്റോറി ഓഫ് എ സ്ട്രേ ഡോഗ്. ഇവിടെ കുട്ടികളെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണല്ലോ പട്ടികൾ. ഒരു കപ്പിൾ, ഒബ്വിയസ്ലി അവർക്ക് മക്കളില്ല. നാട്ടിലൊരു തെരുവിൽ ഒരു ഓമനത്വമുള്ള നല്ല വെളുത്ത പഞ്ഞിക്കെട്ട് പോലത്തെ ഒരു പട്ടിക്കുട്ടി. അതിനെ കാണുന്നു. അതവരിങ്ങെടുക്കുന്നു, കൊണ്ടുവരുന്നു. ആ നായ്ക്കുട്ടിക്ക് അവിടെ ഒരു നാഥനുണ്ടായിരുന്നു. ആ നാഥനെ വിട്ടുകൊണ്ടാണ് അവർ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും പിന്നീട് അതിനാവശ്യമുള്ള ഭക്ഷണം, പാല്, മുട്ട, ഇറച്ചി എല്ലാം കൊടുത്ത് അതിനെ കൊഴുപ്പിച്ചങ്ങെടുത്തു. പക്ഷേ ലോട്ടറി അടിച്ച നായുടെ സന്തോഷം അധിക നാളുണ്ടായില്ല. വീണ്ടും നാച്ചുറലി ആ കപ്പിളിനൊരു മനുഷ്യക്കുഞ്ഞ്, റിയൽ മനുഷ്യക്കുഞ്ഞ് ജനിക്കുന്നു. പതിയെ പതിയെ ആ നായ്ക്കുട്ടി അകലാൻ തുടങ്ങുന്നു. അല്ല, അകറ്റപ്പെടാൻ തുടങ്ങുന്നു. അവർ കിടന്നിരുന്ന ബെഡിൽ നിന്നും ഹാളിലെ ഇരുമ്പിന്റെ കേജിലേക്ക്, അവിടെ നിന്നും ബാക്ക് യാർഡിലേക്ക്, ഒടുവിൽ വീണ്ടും തിരിച്ച് തെരുവിലേക്ക്. ആ നായ്ക്കുട്ടിയുടെ വിഷമം നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് ശരിയാണല്ലോ, നിനക്കെങ്ങനെ ചിന്തിക്കാൻ പറ്റും? നിനക്ക് അച്ഛനമ്മയൊക്കെ ഉണ്ടായിരുന്നല്ലോ. ദേടി, എന്താ കാർഡ്? നീ അവനെയാണോ വിളിക്കണേ? അല്ലടി, ഞാൻ ആ ചാച്ചനൊന്ന് വിളിക്കായിരുന്നു. പുള്ളി എന്തോ ബിസിയാന്ന് തോന്നുന്നു, ഫോൺ എടുക്കണില്ല.
നീ അവനെ വിളിച്ചോ? അവനെയോ? അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മെസ്സേജ് ഒന്നും ഡെലിവർ പോലും ആവുന്നില്ല. എനിക്കറിയില്ല ഇത് നരകത്തിൽ പോയി എടുക്കാന്ന്. അല്ല, ഇനി അവന് വല്ലതും? അവനെന്ത് പറ്റാനാ? അങ്ങനെയൊന്നുമില്ല. എൻ്റെ അമ്മേ, നീ കാപ്പീനല്ലേ വാങ്ങിച്ചത്? എൻ്റെ ക്രെഡിറ്റ് മൊത്തം തീർന്നു. ആ, ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നോക്കി കണ്ടൊക്കെ മേടിക്കണം മോളെ. ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. എന്താടി? എടാ അത് പിസയായിരുന്നു. എടാ, കഥ കഴിഞ്ഞിട്ടില്ല. നീ അങ്ങോട്ടിരിക്കുക. ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന അയാളുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. സോ ക്ലീഷിയറായി, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അത്. ചെറിയ ചെറിയ സംശയങ്ങളിൽ നിന്നായിരുന്നു തുടക്കം. സംശയങ്ങൾ ശരിവെക്കുന്നായിരുന്നു ഓരോ പ്രവൃത്തികളും. അവളാണേൽ ഒന്ന് സമ്മതിച്ച് തരികയില്ല. എല്ലാത്തിനും കാരണമാവുന്നത് സ്വന്തം സുഹൃത്താണെന്നറിയുമ്പോൾ കേട്ടോ, ഒരു സുഹൃത്തിന് തൻ്റെ സുഹൃത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതി അതെന്താണെന്നറിയോ? അതവൻ്റെ ഭാര്യയെ, കാമുകിയെ തട്ടിയെടുക്കുക എന്നുള്ളതാണ്. ഈ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നിടത്താണ്, അങ്ങനെ നിൽക്കുന്നിടത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലോക്ക്. ആത്മാർത്ഥമായിട്ട് പറയണം, ഈ അവസ്ഥ നിനക്കായിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യും? നീ എൻ്റെ കൂട്ടുകാരനല്ലേ? എൻ്റെ ഒരേ ഒരു കൂട്ടുകാരൻ, എൻ്റെ എല്ലാം അറിയാവുന്ന കൂട്ടുകാരൻ. എന്നിട്ടെന്താ നീ അങ്ങനെ ചെയ്തേ? എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ ആയേ? Hello. Hi, how are you? I'm good. How are you? I'm good. I'm here to order a pizza. Sure. What would you like to have? One second. Would you like to grab a menu? Yeah, sure. Thank you. So, medium pizza. Okay, medium pizza. With 3 toppings. Chicken. Okay. Pineapple. Onion. Okay. You want to get delivered or pick it up? Delivered. Are you a customer already or you want to get tested? I'll give the number. 2295. Oh no. That one. I'm sorry. 226 897 7897. 226 897 7897. Is it 4785 Railton Avenue? Excuse me. 785 Railton Avenue. 85 Rilton Avenue. Yeah, that's the one. Your total is 2428. How do you like to pay? Yeah, I'm getting a call. I'll be back soon. Okay.
ഇതെന്താ ഇരുട്ടത്തിരിക്കുന്നേ? ഇതിൽ ഒരു ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടല്ല ഞാൻ അതെടുത്തത്. അത് ഒതുക്കലായിരുന്നു പരിപാടി എൻ്റെ. ഇത് ചേട്ടാ എന്തായി കാണിക്കുന്നേ? അലാറം അടിക്കുന്ന കണ്ടില്ലേ? ആ പുകയെങ്കിലും ഒന്ന് കളാ.
അലക്സി, നിനക്ക് ഓർമ്മയുണ്ടോ ഞാൻ ആദ്യമായിട്ട് സൈമണെ കണ്ടത്? അന്ന് ആ റെസ്റ്റോറൻറ്റിൽ വെച്ച്. അന്ന് അവനൊരു ബ്ലൂ ഷർട്ടൊക്കെ ഇട്ട് അവൻ നല്ല സ്റ്റൈലായിട്ടൊരു കഥ പറഞ്ഞു. കഥ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങളാ. പക്ഷെ ഞാനും മരിയയും കൗണ്ടറിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അന്ന് ആ മനുഷ്യനോട് തോന്നിയ പ്രണയ, ഓഫ്കോഴ്സ് അതൊരു ഇൻഫെച്വേഷൻ തന്നെയായിരുന്നു. അത് കയറി കയറി മാരേജ് വരെ എത്തി. ഇതിനൊക്കെ നീ സാക്ഷിയാ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായേ, അയാൾക്ക് കഥ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചു പോവുക. നീ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ തെറ്റല്ലേ? തെറ്റാണോ? നീ നല്ലൊരു എഴുത്തുകാരനല്ലേ? എഴുതുമ്പോൾ നീ നിന്റെ സ്വന്തം ബന്ധങ്ങൾ മറക്കും, നിന്റെ ചുറ്റുപാടും നീ മറക്കും, വരുന്നവരെയും പോകുന്നവരെയും നീ അറിയില്ല. നിന്റെ മുൻപിൽ കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. കഥാപാത്രങ്ങൾ നിന്റെ തന്നെ ദൃഷ്ടിയല്ലേ? അവയുടെ മനുഷ്യരീരങ്ങൾക്ക് ശ്വാസം കൊടുത്തത് നീയല്ലേ? വില്ലനെ നായകനാക്കുന്നതും നായകന് കഥയ്ക്ക് വെളിയിലാക്കുന്നതും നീയല്ലേ? ഒരു കഥാകാരൻ അയാളല്ലേ എല്ലാം? അയാൾക്ക് ഏതറ്റം വരെയും പോകാം. അവരെന്തെറ്റ് ചെയ്തിട്ടാ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി ജീവിച്ചോളാം ശ്രുതി. എൻ്റെ എഴുത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടും ഒരിക്കൽ പോലും അവൾ എന്നോട് പരാതി പറഞ്ഞിട്ടില്ല. എനിക്കറിയാം, എനിക്കാണെങ്കിൽ അവൾ ആഗ്രഹിക്കുന്ന പോലുള്ളൊരു കെയർ കൊടുക്കാനോ സ്നേഹിക്കാനോ പറ്റിയിട്ടില്ല. എല്ലാം എഴുത്തുകാരനൊന്നും. ഒരെഴുത്തുകാരൻ ഒരിക്കലും കേവലം ഇമോഷൻസിന്റെ പുറകെ പോകരുത്. പിന്നെ മനുഷ്യന്റെ കഥ അത് ആരംഭിക്കും തന്നെ ഒരുത്തനവന്റെ കൂടപ്പറപ്പിനെ കൊന്നുകൊണ്ടല്ലേ? ഒരെഴുത്തുകാരനെ അവന്റെ കഥാപാത്രം അവന്റെ കയ്യിലെ കരുക്കളാണ്. ഒരു ചെസ് ബോർഡിൽ എന്ന പോലെ അയാൾ അവയെ ചലിപ്പിക്കുന്നു, വെട്ടുകയും തഴയുകയും തളർത്തുകയും ചെയ്യുന്നു. നീ നഷ്ടപ്പെടുത്തിയത് കഥയ്ക്ക് വേണ്ടിയാണ്, കഥ പൂർത്തിയാക്കുവാൻ വേണ്ടിയാണ്. Only when someone is grieving can a great work of art be created. And that someone is you. ചത്തുപോയ ശ്രുതിയെ അലക്സിന് ഒന്നും ആരും ഓർക്കാൻ പോകുന്നില്ല. പക്ഷെ നീ എഴുതിയ ഈ കഥ അതിൻ്റെ പേരിൽ ആളുകൾ നിന്നെ ഓർക്കും. ലോകം നിന്റെ വാഴ്ത്തിപ്പാടും.
കഥ മാറ്റി എഴുതുകയാണല്ലേ? അല്ലേ? അത് പിന്നെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. എന്നെ കൊണ്ടൊന്നും ഇങ്ങനെ എഴുതി വെച്ച് ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ യു സ്റ്റിൽ മിസ്സിംഗ് യുവർ മാഗ്നം ഓപ്പസ്. അതെപ്പോഴും അങ്ങനെയാണ്. വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വലിയ പദ്ധതികൾ ആവശ്യമാണ്. അധ്വാനത്തിൻ്റെ, പണത്തിൻ്റെ, സമയത്തിൻ്റെ, നഷ്ടങ്ങളുടെ. എന്നാൽ ഇതെല്ലാം മറക്കുന്നൊരു സമയമുണ്ട്. ഞാൻ കാത്തിരുന്ന സമയം, എനിക്കിന്നും വിദൂരമായ ആ സമയം. പിന്നെ ഇതെല്ലാം എൻ്റെ തെറ്റാ. ആ വീട്ടിൽ പോയി കുറച്ചു കാലം നിൽക്കാമെന്ന് ഞാനാ അവനോട് പറഞ്ഞത്. അവൻ എഴുതുന്ന ആ കഥയില്ലേ, ആ കഥയ്ക്ക് പറ്റിയ വീടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എടി, നീ അവന് കുറച്ച് സമയം കൊടുക്ക്. ചില എഴുത്തുകാരൊക്കെ അങ്ങനെയാ. നീ പറഞ്ഞ എനിക്ക് മനസ്സിലാവായിട്ടൊന്നുമല്ല. നീ ഒരു കാര്യം മനസ്സിലാക്ക്, സൈമൺ ഈ പാരന്റ്സിന്റെ കെയറൊന്നും ഒട്ടും കിട്ടിയിട്ടില്ല. അവരൊക്കെ അവനെ എന്നോ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുള്ളതാ. ചിലപ്പോൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ അവന് പഴയ ഓർമ്മകൾ വന്നിട്ടുണ്ടാവും. ഹലോ, ഹലോ. Anybody here? Hello? Hello? Anybody here?